നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ജിൻസീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പോപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല സൂപ്പർ ഒരു ഡിഷാണ്, കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വീട്ടിൽ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. കാരണം കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റങ്ങളാണ് നമ്മുടെ ചിക്കൻ പോപ്കോൺ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേമാതിരി തന്നെ ഇരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ ചിക്കൻ പോപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗസ്റ്റുകൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോപ്സ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ചിക്കൻ പോപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചിക്കനെ പറ്റി പറയാം. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം 1 കിലോ അടുപ്പിച്ചുണ്ടത്. അപ്പം ഞാനിതൊരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബ്രസ്റ്റൊക്കെ എടുക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ കഴിയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അത്ര കട്ടിയായിട്ട് ഇരിക്കത്തില്ല. പിന്നെ ഇത് ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതൊരു 4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇതൊരു 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റാണ്. ഇത് 2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ. ഇതൊരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത് 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്. അപ്പം ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ചിക്കൻ പോപ്സ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മാരിനേഷനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും ഐറ്റങ്ങളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി പെപ്പർ പൗഡർ, ഗരം മസാല, ഇനി ചില്ലി പേസ്റ്റ്, ഇനി ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി, സ്പൂണൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് കോൺഫ്ലവർ മൈദയൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി മൈദ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് ആദ്യം 1 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം ഒരു മുട്ടയും കൂടെ ഞാൻ എടുക്കുവാണ്. അപ്പോൾ ടോട്ടലി 2 മുട്ടയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ 1 മുട്ടയും കൂടെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവെന്ന് വെച്ചാൽ 1 കിലോ ചിക്കന് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് 2 മുട്ട ചേർത്ത് കൊടുക്കേണ്ടി വരും. ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ ആ ഒരു അളവൊക്കെ ഒന്ന് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെക്കുക. ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ കടായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഒരു 3 ബാച്ചായിട്ട് എനിക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. 2 സൈഡും ആ ഒരു കളർ ആവണം, ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ആക്കി എടുക്കണ്ട. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ നമുക്കിത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പച്ചമുളക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് മൊത്തത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇവിടെ ഫ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലത് ചെയ്ത് നോക്കില്ലേ? നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.